സെയിൽസ് വളരെ മനോഹരമായൊരു പ്രൊഫഷനാണെന്ന് എല്ലാവർക്കും അറിയാം. കൂടുതൽ ആളുകൾ അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പഠിച്ചെടുത്ത് വലിയ ലെവലിൽ വലിയ ഉയരങ്ങളിലെത്താം. അതുപോലെ തന്നെ വലിയ റവന്യൂ, നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഉയർത്താം. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു സെക്ടറാണ്, പ്രൊഫഷനാണ്. പക്ഷേ എന്തോ അകാരണമായൊരു ഭയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഭയത്തിൻ്റെ കാരണം മനഃശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ ആളുകൾ 100 പേരെ നമ്മളൊരു ഉൽപ്പന്നത്തിൻ്റെ സേവനത്തിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെടുമ്പോൾ അതിൽ 95 പേരും ചിലപ്പം കറക്റ്റായിട്ട് നോ പറയും. കണ്ണിച്ചോരയില്ലാതെ വേണ്ടാന്ന് പറയും. ഇത് കേൾക്കാനുള്ള മനഃശക്തി പലർക്കും ഇല്ല. അതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി, ഒരു ഡിപ്പ്, ഇതാണ് വലിയ വിഷയം. അപ്പോൾ അവിടെ സെയിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ആ കസ്റ്റമറോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആദ്യം തന്നെ ഒരു പോസിറ്റീവ് മറുപടി കിട്ടാനുള്ള ചോദ്യം ഫ്രെയിം ചെയ്ത് പോകാൻ പറ്റുന്നില്ല പലർക്കും എന്നുള്ള. നിങ്ങൾക്ക് ഒരു വാഹനം തരാം, നിങ്ങളെ മനസ്സിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം. പക്ഷേ ഇവിടെ എൻ്റെ അടുത്ത് നിന്നുള്ള വാഹനം നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്, നിങ്ങൾ ചെലവഴിക്കുന്ന ആ മാസത്തെ ഫ്യൂവലിൻ്റെ ചിലവിൽ 5000 രൂപ ലാഭകരമായിരിക്കും. അതൊരു ഈഗർനെസ്സാണ്, ആൾക്കാർക്കൊരു ആകാംക്ഷയാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലുള്ള ഫോണിൽ നിങ്ങളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പണത്തിൻ്റെ ഒരു 10% കുറച്ച് ഞാൻ ആ ഫോണ് വാങ്ങിത്തരാം, നിങ്ങളുടെ കയ്യിൽ തരാം. അപ്പോൾ ആളുകളെ ആ ആഗ്രഹത്തെ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി, യെസ് എന്ന് പറയുന്ന ഒരു മറുപടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രെയിം ചെയ്യുന്നതോടുകൂടി സെയിൽസിൻ്റെ ആദ്യത്തെ കടമ്പ നോ കേട്ട് വിമിഷ്ടപ്പെടുന്ന ആ ഒരു സംഭവത്തെ നമുക്ക് ഉടയ്ക്കാൻ പറ്റും.